ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാണി നായകനെത്തിയ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് എന്നിട്ട് റിവ്യൂലോട്ട് കിടക്കല്ലേ. സോ ഗൈസ്, നിങ്ങൾക്കറിയാം ആകെ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ റിവ്യൂ ലാസ്റ്റ് ഇട്ടത് ഏത് പടത്തിനാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. സോ എൻ്റെ ഇടയിൽ നുണക്കുഴി എന്ന് പറയുന്ന ബേസിൽ സിനിമ കണ്ടിരുന്നു. അത് അത്രയ്ക്ക് വെറുപ്പിക്കുന്ന പടമായതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഇടാഞ്ഞത്. ഇതിനു മുന്നേ പാവി കെയർടേക്കറിന് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായില്ല. ഈ രണ്ട് പടങ്ങളും റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അത്ര അലമ്പ് പടങ്ങളായ കാരണം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോയിട്ട് റിവ്യൂ പറയാൻ പോലും തോന്നിയില്ല. എനിക്ക് നെഗറ്റീവ് പറയാൻ അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തികച്ചും യാദൃശ്ചികമായി സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന നാനിയുടെ സിനിമയാണ് കണ്ടിരിക്കുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമ മലയാളത്തിൽ നമ്മുടെ ഗോകുലേട്ടൻ ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും മലയാളം കളിക്കുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. പണ്ടൊരു പുഷ്പ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ക്ലിയർ ആയതാണ്. ബട്ട് ഇവിടെ കളിക്കുന്നത് തമിഴാണ്. എന്തോ ആൾക്കാർ തമിഴാണ് നല്ലത്, അതിൽ നാനിയാണ് സ്വന്തമായിട്ട് ശബ്ദം കൊടുത്തിരിക്കുന്നത്, സൂര്യ പിന്നെ ആ നടിയൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തമിഴാണ് കളിക്കുന്നത്. അപ്പോൾ തമിഴ് മനസ്സിലാവുന്നുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ തിയേറ്ററിൽ കയറിയ സമയത്താണ് മനസ്സിലായത് ഇത് തമിഴാണെന്ന്. പെട്ടുപോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാത്ര പാടുള്ള തമിഴൊന്നുമില്ല. സോ ഇനി പടത്തിൻ്റെ റിവ്യൂലോട്ട് കിടക്കാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ട്രെയിലറിൽ പറയുന്ന ആ ഒരു കോർ തന്നെയാണ് പടത്തിൽ മുഴുവനായിട്ടുള്ളത്. എസ് സൂര്യയാണ് പടത്തിലെ വില്ലൻ. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പോരാത്തതിന് ജയിപ്പിച്ചു. എൻ്റെ പൊന്നടാവേ, മലയാളത്തിൽ കലക്കുന്ന കലക്കൊന്നല്ല, ആൾ കലക്കിയ കലക്ക്. എൻ്റെ പൊന്നെ, മറ്റൊരു സാധനം ഉണ്ട്, ആശ്രമേ, ആ സാധനം, ആ ബീജിയം അടിപൊളി തന്നെ ആയിട്ടുണ്ടായി. നമ്മൾ തിയേറ്ററിൽ ഇറങ്ങിയാലും നമ്മുടെ തലേന്ന് ഇങ്ങനെ ഹുക്ക് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഐറ്റം തന്നെയായിരുന്നു. പിന്നെ സ്റ്റോറി വൈസ് പറയുകയാണെങ്കിൽ നല്ലൊരു കോറ് ഈ പടത്തിനുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഈ പടം ഞാൻ പറഞ്ഞ പോലെ ഞാൻ യാതൊരുവിധ പ്ലാനിങ് ഇല്ലാതെ തിരിച്ച് യാദൃശ്ചികമായിട്ട് കണ്ട കാരണം 3 മണിക്കൂറുണ്ടായിരുന്നു ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ. അതറിയാതെയാണ് കണ്ടത്. പക്ഷേ ഒട്ടും തന്നെ ലാഗടിക്കാതെ തന്നെയാണ് ഈ പടം ഇരുന്ന് കണ്ടത്. പോരാത്തതിന് ഈ ഒരു സൂര്യയുടെയും, അതായത് നാനിയുടെയും സൂര്യയുടെ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളും ഒക്കെ ഇതായിട്ട് എല്ലാ ആക്ടേഴ്സ് അവർക്ക് കൊടുത്ത വേഷങ്ങൾ നല്ല കിടലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നോർമൽ കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് വേണ്ടത് എന്തൊക്കെയോ അതൊക്കെ ഇതിലുണ്ട്. എനിക്ക് നാനിയുടെ ദസറ എന്ന് പറയുന്ന സിനിമ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമ തന്നെയായിരുന്നു. ആളുടെ ബാക്കി ഏത് സിനിമ എടുത്താലും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ആളുടെ നല്ലൊരു സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ദസറ എന്ന് പറയുന്ന സിനിമ ഞാൻ ഫോണിലാണ് കണ്ടത്. എന്നാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ദസറ. പക്ഷേ ഈ സിനിമ എനിക്ക് വളരെ രീതിയിൽ ടച്ചായ നല്ലൊരു സിനിമ തന്നെയാണ്. എങ്ങനെ പോയാലും ഞാനൊരു 10-ഒരു 8 റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു സിനിമയാണ്. ആ ഒരു മേക്കിങ്ങും നല്ല ബഡ്ജറ്റുള്ള സിനിമയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല. കാരണം നമ്മുടെ RRRൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ബഡ്ജറ്റും നല്ല ഡ്യൂറേഷനൊക്കെ ഉള്ള സിനിമയാണ്. താല്പര്യമുള്ളവർ കണ്ടുനോക്കുക. ഇനി നമ്മൾ ഗോട്ടിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അതിൻ്റെ ഇടയിൽ. സ്കൂള്, പരീക്ഷ, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൈക്ക് ചെറിയൊരു പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. പിന്നെ നമ്മുടെ സെറ്റപ്പൊക്കെ ഒന്ന് ചേഞ്ചായി, അങ്ങനെ കുറച്ച് കാര്യങ്ങളായി. ഗോട്ടിൻ്റെ റിവ്യൂ ആകുമ്പോഴത്തേനും നമ്മൾ ഫുൾ പവറിൽ വരുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. ബൈ.